കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് വൈകിട്ട് സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തും. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ ചേർത്തത്. വിവരങ്ങളുമായി നമുക്ക് പോകുന്നത്. സഹിൻ, പറയാം വിവരങ്ങൾ. മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായിട്ട് 7 ദിവസം പിന്നിടുമ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്ന് വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് മാർ റാഫേൽ തട്ടിലുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് കാർമലിലെത്തിയായിരിക്കും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക. വൈകുന്നേരം 8 മണിയോടുകൂടി അദ്ദേഹത്തോട് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് കാർമലിലെത്താൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് രാത്രി 8 മണിയോടുകൂടി സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ബി.ജെ.പിയെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് കന്യാസ്ത്രീമാരുടെ ഈ അറസ്റ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് സഭാ നേതൃത്വവുമായി അടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് സീറോ മലബാർ ഞാൻ അടുത്ത മണിക്കൂറിൽ വീണ്ടും വിശദമായിട്ട് മടങ്ങിയെത്താം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നമുക്കറിയാം ഇവിടെ ക്രിസ്തീയ സഭകൾ ബി.ജെ.പിക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന്. ബി.ജെ.പിയെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ ഏറെക്കുറെയൊപ്പം ചേർത്തവരാണ് ഈ ക്രിസ്തീയ സഭകൾ. അവർക്കെതിരെ ഇപ്പോൾ ഒരു നീതി നിഷേധം വരുമ്പോൾ എന്താണ് ബി.ജെ.പിയുടെ നിലപാടെന്ന് ഏറെക്കുറെ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇനി കേക്കും വീഞ്ഞുമായിട്ട് ആരും അരമനയിലേക്ക് കാണാൻ വരണ്ട എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ മുദ്രാവാക്യം ഏറ്റിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇതാ റാഫേൽ തട്ടിലിനുമായി കൂടിക്കാഴ്ച നടത്താനായി പോകുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് കൂടിക്കാഴ്ച.